ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ചധികം ഹെയർ സ്റ്റൈൽസുമായിട്ടാണ്. ഹെയർ സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ്. പിന്നെ നിങ്ങൾക്കൊക്കെ ഇത് ചിലതൊക്കെ അറിയണ്ടാവും. കാരണം ഫസ്റ്റ് തന്നെ ഞാൻ ട്രൈ ചെയ്ത് പോണിറ്റെയിലാണ്. ഇതായിരിക്കും അറിയത്തില്ല, എല്ലാവരും സ്ഥിരമായിട്ട് ചെക്ക് ചെയ്യുന്നതാണ് ഈ പോണിറ്റെയിൽ ബനാന ക്ലിപ്പ് വെച്ചിട്ടും അങ്ങനെയൊക്കെ. അപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഫസ്റ്റ് അത് തന്നെ തുടങ്ങാൻ വെച്ചിട്ടാണ് കേട്ടോ. ഒരു ലോങ് വീഡിയോ ആയതുകൊണ്ട് അങ്ങനെ തന്നെ തുടങ്ങിയത്. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, ഇതിപ്പം ഞാൻ മുമ്പേ ട്രൈ ചെയ്ത് നോക്കിയ കുറേ ഹെയർ സ്റ്റൈൽസ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ഞാൻ പണ്ട് മുതലേ ചെയ്ത് ഒരു 10th 9th ആ ഒരു ടൈമൊക്കെ കുറച്ചധികം ഹെയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടി നല്ല ഭംഗിയാണ്. ഇങ്ങനെയൊക്കെ ഞാൻ ആ ഒരു ടൈം നല്ലോണം കിട്ടിയിട്ടുണ്ടായത്. ഒക്കെ ഹെയർ സ്റ്റൈൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു 1 year മുമ്പ്. പക്ഷെ അത് ഞാൻ ഷോർട്സൊക്കെ ആക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്തത്. ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇപ്പോൾ ചെയ്തത് ആദ്യമായിട്ടാട്ടോ. ആ ഒരു ടൈം മെസ്സി ഹെയർ ബാൻഡ് നമ്മുടെ 4ലൊക്കെ മോഡയിൽ അതൊക്കെയാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പം ഈ ഹെയർ സ്റ്റൈൽ ഇപ്പോൾ വീഡിയോ കാണുന്ന ഹെയർ സ്റ്റൈൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി നല്ല ചെറിയ ക്ലിപ്പാണെങ്കിൽ എൻ്റെ ക്ലിപ്പ് കുറച്ച് വലുതായി. ഇപ്പോൾ അതിൻ്റെ ആണെന്ന് തോന്നുന്നു ആ ഒരു ഇങ്ങനെ സൈഡിൽ നോക്കുമ്പോൾ ആ ഒരു ക്ലിപ്പ് കുത്തേൻ്റെ ഒരു ഇത് കാണുന്നത്. പക്ഷെ അത് കണ്ടാലും പ്രശ്നമൊന്നുമില്ല. കണ്ടില്ലേ, നമുക്ക് നല്ല ട്രെൻഡി നല്ല ജീൻസ് അങ്ങനത്തെ ഔട്ട്ഫിറ്റിൻ്റെ ഒപ്പം എല്ലാം നല്ല രീതിയിൽ ചേർന്ന് പോകും ഈ ഒരു ഹെയർ സ്റ്റൈൽ. കുറച്ച് മോഡേൺ ആയിട്ട് തോന്നിക്കും. അതിങ്ങനെ ജസ്റ്റ് പൊന്തി വയ്ക്കുന്നതുകൊണ്ട് ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് നല്ല ഇഷ്ടമായി. വളരെ ഈസിയാണ്. ഇതേപോലെ ഈസി പണി. അതാകുമ്പോൾ കൈയൊന്നും വേദനിക്കില്ല. നമ്മളിപ്പോൾ നാലിലും മുടിയൊന്നും ഫ്രഞ്ച് ബ്രൈഡ് അങ്ങനെ കുറേ ഹെയർ സ്റ്റൈൽസ് ഇല്ലേ, ഒക്കെ ട്രൈ ചെയ്ത് ഒന്ന് ഹാഫ് എത്തുമ്പോഴേക്കും നല്ല കൈവേദന എടുക്കും. അപ്പോൾ അടുത്ത ഹെയർ സ്റ്റൈൽ എനിക്ക് നല്ല ഇഷ്ടമായ ഒരു ഹെയർ സ്റ്റൈലാണ്. ജസ്റ്റ് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ അഴിച്ചിടാൻ ഇഷ്ടമുണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്ക് പറ്റിയതാണിത്. ജസ്റ്റ് മുടി നമ്മൾ പഫ് കെട്ടുന്ന പോലെ ജസ്റ്റ് കുറച്ച് ഭാഗം മുടി എടുത്തിട്ട് പഫ് കെട്ടുന്ന പോലെ ജസ്റ്റ് പൊന്തിച്ച് കൊടുക്കുക. എന്നിട്ടത് ക്ലിപ്പ് കുത്തിയിട്ട് ലൂസാക്കി വെക്കുക. വീട്ടിൽ കാണുന്ന പോലെ ചെയ്താൽ മതി, ഈസിയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലും ജസ്റ്റ് ചെയ്യുക. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഇടയ്ക്കൊക്കെ സ്ഥിരം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അങ്ങനെ ചെയ്തിട്ട് പോക്കുന്നുണ്ട്. നടുവപ്പെടുത്ത് 2 സൈഡിലും ഇങ്ങനെ കുത്തി ലൂസാക്കാണ്ട് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടൊക്കെ പോക്കുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ഓരോ വെറൈറ്റി ട്രൈ ചെയ്യണം. അപ്പം എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ജസ്റ്റ് ഓരോക്കെ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. എനിക്ക് ഈ ഒരു വശം ചേർന്ന പോലെ തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് അതുപോലെ ചെയ്യാം. പിന്നെ അടുത്തത് ഞാൻ കൈ വെച്ച് ഞാനിപ്പോൾ എപ്പോഴും ഇല്ലേ ഓഫീസിലേക്ക് പോകുമ്പം ഞാൻ രാവിലെ തല കഴുകാറുണ്ട്. അപ്പോൾ രാവിലെ തല കഴുകുമ്പം ചീർപ്പ് വെച്ചിട്ട് നല്ല ഒട്ടിക്കിടക്കും. അപ്പം ഞാൻ എപ്പോഴും കൈനെ കൊണ്ടായിപ്പം യൂസ് ചെയ്യില്ല. അധികം ചീർപ്പ് യൂസ് ചെയ്യാറില്ല. നൈറ്റൊക്കെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ കണ്ടില്ലേ കൈ വെച്ചിട്ട് തന്നെ ഇപ്പോൾ യൂസ് ചെയ്യാറ്. ഞാൻ പക്ഷേ ഇപ്പോൾ സറൊക്കെ ഇട്ട് ഇതെല്ലാം ഇട്ട് മുടി കെട്ടുമ്പോൾ നല്ല പറ്റി കിടക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കെന്നല്ല എപ്പോഴും ഞാൻ ഇപ്പോൾ കൈനെ കൊണ്ട് തന്നെ അധികം ചീർപ്പ് അധികം യൂസ് ചെയ്യാറില്ല. കണ്ടില്ല, ഇതേപോലെ ഫുള്ളായിട്ട് എടുത്തിട്ടും ബനാന ക്ലിപ്പ് വെച്ചിട്ട് കുത്തിയിട്ട് പോക്കുന്നുണ്ട്. പിന്നെ ഈ ഹെയർ സ്റ്റൈൽസ് എങ്ങനെയുണ്ട്? ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ നോർമലി എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ ഞാൻ അത് കൈ വെച്ച് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ഹെയർ സ്റ്റൈൽ വേണ്ട നിങ്ങൾ വിചാരിക്കും ഇവളെന്തോന്നേ ഈ കാട്ടിക്കൂട്ടണേ. അതേ ഗൈസ്, ആദ്യം വീഡിയോ എടുക്കാത്തപ്പോൾ ശരിയായതുപോലെ തോന്നി. അതുകൊണ്ട് പിന്നെ ഞാൻ വെച്ചാൽ വീഡിയോ എടുത്തിട്ട് തന്നെ ചെയ്യാം, അതാകുമ്പോൾ നല്ല. ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തിട്ട് എവിടെയും പോയിട്ടില്ല. ശരിക്കും ഇങ്ങനെ പഫാക്കിയിട്ട് കിട്ടണമെന്നില്ല. ഇതെൻ്റെ സ്ഥിര ഹെയർ സ്റ്റൈലാണ്. പക്ഷെ നമ്മൾ പെൻസിലിനെ കൊണ്ട് ട്രൈ ചെയ്യുന്ന ഗൈസ്, പെൻസിലിനെ കൊണ്ട് ട്രൈ ചെയ്യുമ്പം നോക്കിക്കോ, നിങ്ങളെ വീഡിയോ തന്നെ പറ. ഇത് ഞാൻ ആരാതെന്ന് അറിയോ? നമ്മുടെ അസ്വി മലയാളല്ലേ, ആ ചേച്ചിയുടെ കണ്ടിട്ടാണ്. ഞാൻ മുമ്പേ ഇപ്പം സ്ഥിരമായിട്ട് അഡിക്റ്റായിട്ട് അങ്ങനെ കാണാറില്ല. മുമ്പൊക്കെ ഞാൻ കാണലുണ്ടായിരുന്നു. ഇപ്പോൾ ഷോർട്സിലിങ്ങനെ കാണുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നില്ല ട്രൈ ചെയ്യാമെന്നല്ലേ. ഷോർട്സൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നും. അപ്പം ഞാൻ അങ്ങനെ ട്രൈ ചെയ്തതാണ്. ഫസ്റ്റ് ഈ ഒരു സൈഡ് എനിക്ക് പിന്നെയും പെർഫെക്റ്റ് ആയിട്ട് തോന്നി. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ സൈഡ് നോക്കിക്കോ ഗൈസ്, മുളച്ച് നിൽക്കുന്ന പോലെയാണ്. ഇങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. അയ്യോ, ശരിക്കും ഇത് ഇടണ്ട, പക്ഷേ മതി. വേഗം പക്ഷെ അത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കട്ടെ ഗൈസ്. നിങ്ങൾ എന്നെ കളിയാക്കൊന്നും വേണ്ട, അഡ്ജസ്റ്റ് ചെയ്താൽ നിൽക്കും. സോറി ഗൈസ്, ഞാൻ പറയുന്നത്. ഗൈസ് നെക്സ്റ്റ് ഒരു ഹെയർ ബണ്ണാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ മുമ്പും
നല്ല ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹെയർ ബണ്ണ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു നമ്മൾ ക്ലിപ്പ് വെച്ചിട്ടാണ് കുറച്ച് ബണ്ണിന് നല്ല വോളിയം കൂട്ടിയത്. പക്ഷെ ഇതിപ്പോൾ ക്ലിപ്പൊന്നും വെക്കുന്നില്ല, ഇതുപോലൊരു നല്ലൊരു ബുഷ് മതി, കുറച്ച് കട്ടി കൂടിയ. അപ്പോൾ ഇത് എൻ്റെ അത്ര ഈ ഒരു കുറച്ച് ലെങ്ത്ത് ഉള്ളവർക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ലെങ്ത്ത് എൻ്റെ അത്ര ലെങ്ത് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഇപ്പം ഒരു മീഡിയം ലെങ്ത്താണ് ഉള്ളത്. മുമ്പ് നല്ല വാല് പോലെ ഉണ്ട്, അത് ഞാൻ വെട്ടിക്കളഞ്ഞു. അപ്പം ഇനി ഞാൻ നല്ല കെയർ ചെയ്തിട്ട് വളർത്താനാണ് ശ്രമിക്കുന്നത്. അപ്പം ഈ ഹെയർ ബൺ എങ്ങനെയുണ്ട് ഗൈസ്? ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബായെല്ലാം പറഞ്ഞ് പോക്കായി, മതി, ഒന്നും പറയാനില്ല. ഇതിലുള്ള ബായ് കണ്ടിട്ട് എൻ്റെ സംസാരിക്കാനുള്ള ഫ്ലോ പോയി ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. അപ്പം നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അപ്പം അടുത്തതെന്ന് പറയുന്നത് സ്ഥിരം തന്നെയാണ്. ഞാൻ ഇവിടെ വകുപ്പ് എന്നെല്ലാം പറയും, നെറുകാണ് എടുത്തിട്ടുള്ളത്. അപ്പം കണ്ണാടി നോക്കി ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ. അതങ്ങനെ എടുത്തു. കൈനെ കൊണ്ടാണ് ചെറുപ്പം അധികം യൂസ് ചെയ്യുന്ന കൈനെ കൊണ്ട് എടുക്കുന്നു. ഒരു ടിക് ടാക് സ്ലൈഡ് കുത്തുന്നു, രണ്ട് സൈഡും ഒരുപോലെ കുത്തുന്നു. എന്നിട്ടൊരു ചെറിയൊരു ക്ലിപ്പ് വെച്ചിട്ട് നമുക്ക് കുറേ ക്ലിപ്പ് കുത്തണമെങ്കിൽ അങ്ങനെ കുത്താം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു നമ്മൾ ഇറുക്കി എന്ന് പറയുന്നത്, ഞാൻ ഇറുക്കി എന്ന് പറയാം, ചെറിയൊരു ക്ലിപ്പ് വെച്ച് സെക്യൂർ ചെയ്യാം. ഞാൻ ഈ ട്രൈ ചെയ്യുന്നത് നല്ല വളരെ ഈസി ആയിട്ടുള്ളതാട്ടാ. നമ്മൾ ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ട് ഇതൊക്കെ. ഞാൻ മുമ്പെല്ലാം ട്രൈ ചെയ്തതിന്, ഇപ്പം ഞാൻ അധികം ട്രൈ ചെയ്യാറില്ല. അപ്പോൾ ഇനി എന്തായാലും ഇതൊക്കെ ട്രൈ ചെയ്യണം. നമ്മൾ മാറി എല്ലാം ട്രൈ ചെയ്യണ്ടേ. അപ്പം എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ കുറച്ച് ലോങ് ഹെയർ എനിക്കില്ലേ ഷോർട്ട് ഹെയർ ആകുമ്പോൾ നല്ല നല്ല ഹെയർ സ്റ്റൈൽസ് കിട്ടും. ആ ഒരു ടൈം ഞാൻ മുടി മുറിച്ച സമയത്ത് ഹെയർ സ്റ്റൈൽ വീഡിയോ ചെയ്യുന്നത് വെച്ചിട്ട് എന്നിട്ട് എന്തോ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇവിടേക്ക് നീട്ടം വെച്ച്. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ മുറിക്കാനൊന്നും പ്ലാനില്ല. ഇപ്പം മുറിക്കുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ വെഡ്ഡിങ് എല്ലാം ഉണ്ടാവില്ല, കഴിഞ്ഞ് മെല്ലെ ഒന്ന് മുറിക്കാനാണ് പ്ലാൻ. ആ ടൈം ഷോർട്ട് ഹെയറിന് പറ്റിയ ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യണം എന്നാണ്. ഞാൻ മുടി മുറിച്ച സമയത്ത് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം മുറിക്കുമ്പോൾ ഇതും ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. ചിലവർക്ക് ഉണ്ടാവില്ലേ വഴിച്ചിനെ ഇഷ്ടമില്ലാത്തവർ, മടിയുള്ളവർ, അങ്ങനെയുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാം. നേരത്തെ കെട്ടിയതുപോലെ തന്നെ കെട്ടിയിട്ട് ഒരു ബനാന ക്ലിപ്പോ സ്ക്രഞ്ചീസോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ മുമ്പ് ബനാന ക്ലിപ്പാണ് യൂസ് ചെയ്തത്, പക്ഷേ ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രഞ്ചീസ്. അത് പക്ഷേ നമ്മളൊരു ഹെയറിന് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള സ്ക്രഞ്ചീസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും നല്ല രീതിയിൽ ചേർന്ന് പോകുന്നുണ്ട് ഈ ഒരു ഹെയർ സ്റ്റൈല്. പക്ഷെ നമ്മൾ ഇതിങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെയർ അധികം ഓയിലി ആക്കാണ്ട് വെക്കുക. നമ്മൾ ഭാഗം അതിൻ്റെ ബാക്ക് നല്ല വൃത്തിക്കുണ്ട്, പക്ഷേ ആ ഒരു ഭാഗം ഞാൻ കുറേ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്തോണ്ടാന്ന് തോന്നുന്നു, ആ ഒരു ഭാഗം അത്ര വൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഇനി ട്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ഷാമ്പും കണ്ടീഷനൊക്കെ യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്യാം. പക്ഷെ ഞാൻ ഇന്നത്തെ ഹെയർ അധികം വാഷ് ചെയ്തിട്ടില്ല, പക്ഷെ എന്നിട്ട് പോലും ചെറിയൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ തലേന്നിട്ട ഓയിലാണ്, അധികം ഓയിൽ ഇടാറുമില്ല, ജസ്റ്റ് ഒന്ന് തലയോട്ടിൽ മാത്രം. അത് ഈ ഓയിൽ ഇട്ടിട്ടില്ലെങ്കിൽ വല്ലാണ്ട് ഡ്രൈ ആയിട്ട് കൂട്ടി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ ഓയിൽ കുറച്ചെങ്കിലും യൂസ് ചെയ്യുന്നത്. ഇതൊരു ഹെയർ സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല. പണ്ട് പോലെ നമ്മൾ 9th 10th ആ ഒരു ടൈമാണ് ബനാന ക്ലിപ്പെല്ലാം എൻ്റെ അറിവിൽ വന്നത്. ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്, അതിന് മുമ്പേ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാറുണ്ട്. അപ്പോൾ പക്ഷേ പണ്ട് മുതലേ കുറേ ആൾക്കാർ ബനാന ക്ലിപ്പ് യൂസ് ചെയ്യുമ്പോൾ ശരിയായ രീതിയിൽ യൂസ് ചെയ്യുന്നത് കാണുന്നില്ല. എൻ്റെ ശരിയായ രീതി ഇതാണ്. കുറേ പേര് ഞാൻ വീട്ടിൽ കാണിക്കുന്നത്, കുറേ പേര് അത് തിരിച്ചിട്ടാണ് കുത്തിയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ കുത്തി നിൽക്കാണ്ടൊന്നുമില്ല കേട്ടോ, നിൽക്കെല്ലാം ചെയ്യും, പക്ഷേ ഒരു വൃത്തി ഉണ്ടാവില്ല. പിന്നെ ശരിക്കും കുത്തേണ്ട രീതിയിൽ തന്നെ കുത്തണ്ടേ, ഒരു ടൈറ്റാക്കി നല്ലൊരു ടൈറ്റായിട്ട് തന്നെ യൂസ് ചെയ്യണ്ടേ. അപ്പം അതാണ് ഞാൻ ആ വീട്ടിൽ കാണിച്ചത് കേട്ടോ. അപ്പോൾ അടുത്തതും ചെറിയൊരു ബൺ ടൈപ്പ് ഹെയർ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഹെയറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഏകദേശം ഈ ഒരു ലെങ്ത്ത് തന്നെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പത്തെ തിക്നെസ് എല്ലാം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ലെങ്ത്ത് ഏകദേശം ഈ ഒരു ലെങ്ത്ത് തന്നെയാണ്. ഞാൻ ഇടയ്ക്ക് 1 ഇയറിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ മാത്രമേ കട്ട് ചെയ്യാറുള്ളൂ. അങ്ങനെ കട്ട് ചെയ്താലും വീണ്ടും ഈ ഒരു ലെങ്ത്ത് തന്നെ വരും. അങ്ങനെയാണ് ഇപ്പം നിലവിൽ കാണുന്നത്. അപ്പോൾ ആ ഒരു ടൈം മുതലേ ഞാൻ ഈ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ അധികം ടൈറ്റാക്കിയിട്ട് കെട്ടി വെക്കാറില്ല, ഇതുപോലുള്ള നല്ല ലൂസായിട്ടുള്ള നല്ല സ്ക്രഞ്ചീസോ ബുഷസൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അന്ന് മുതലേ ഞാനിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഇതൊന്നും ഇട്ടിട്ട് ഇങ്ങനെ പുറത്തൊന്നും പോകാറില്ല, പക്ഷെ എപ്പോഴും ഇത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യാറുണ്ട്.
പക്ഷെ കുറച്ചും കൂടി പൊന്തിച്ചാലാണ് അത് മുകളിലേക്ക് കാണുക. എൻ്റെ അങ്ങനെ വീഡിയോസിൽ അങ്ങനെ അത് പൊന്തിയിട്ട് കാണലുണ്ടാവില്ല നിങ്ങൾ. ഇതാണ് അടുത്ത ഹെയർ സ്റ്റൈൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്താൽ മതി കേട്ടോ. അടുത്തത് ഒരു നല്ലൊരു ഹെയർ സ്റ്റൈലാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. എനിക്കും അത്ര അതായത് മുടി കുറച്ച് താഴോട്ട് ഇട്ടിട്ട് ഉള്ള ഹെയർ സ്റ്റൈൽ ഇഷ്ടമല്ല. എനിക്കിങ്ങനെ കുറച്ചും കൂടി മീഡിയം ലെങ്ത്തിൽ പൊന്തിച്ച് വെച്ചിട്ടുള്ളത്, അഴിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെ എനിക്കിഷ്ടം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം വീട്ടിൽ കാണാതെ ചെയ്താൽ മതി. പക്ഷേ ഈസിയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ അകത്ത് എല്ലാം കംപ്ലീറ്റ് ഉൾപ്പെടുത്തിയത് എല്ലാം സിമ്പിളായിട്ടുള്ള നല്ല ഹെയർ സ്റ്റൈൽസാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഹെയർ സ്റ്റൈൽസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മുടി മാക്സിമം ശ്രദ്ധിക്കണം. കാരണം മുടിയിൽ ഒരു ചടയോ കെട്ടോ, ചട എന്ന് പറയുമ്പോൾ നമ്മൾ കെട്ടി വീഴില്ലേ, അങ്ങനെയൊന്നും ഉണ്ടാകാൻ വേണ്ടി പാടില്ല കേട്ടോ. നല്ല നല്ല സെറാക്കി ഇട്ട് നല്ല നമ്മളെ മുടി സ്മൂത്തായിരിക്കണം. ഇങ്ങനെയുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇതുപോലെ എൻ്റെ ഹെയർ പോലത്തെ നല്ല സ്ട്രെയിറ്റ് ഹെയറും പിന്നെ കുറച്ച് നല്ല സ്മൂത്തായിരിക്കണം. അങ്ങനെ ആണെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ ഓരോരോ വീഡിയോസൊക്കെ കാണില്ലേ, അതുപോലെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു ടെക്സ്ചർ വേണം. അപ്പം ഈ ഹെയർ സ്റ്റൈൽ എങ്ങനെ നിങ്ങൾ പറ. എനിക്ക് പേഴ്സണലി ഇഷ്ടമെന്ന് വെച്ചാൽ ഇഷ്ടമായിന്. പക്ഷേ ഞാൻ ഇങ്ങനത്തെ ട്രൈ ചെയ്യാറില്ല അധികം. മുടി കുറച്ചും കൂടി താത്തിയിട്ട് കെട്ടിയിട്ടുള്ളത് അങ്ങനെ ട്രൈ ചെയ്യാറില്ല. പക്ഷെ അത്ര ബോറൊന്നും ആയിട്ടില്ല അല്ലേ. എനിക്ക് ഫ്രണ്ട് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ ബൈ ഗൈസ്. ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ബൈ ഗൈസ്.